ഇന്നൊരു അടിപൊളി ട്വിസ്റ്റ് ആണ് കേട്ടോ. ദേവ്യാനിയുടെ മുറിയിൽ അനാമിക ചെന്നിട്ട് നയനയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയാണ്. ഇപ്പോ അമ്മായിയമ്മ സ്വന്തം മരുമകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ. അത് അനാമികയ്ക്ക് അറിയാത്തതുകൊണ്ട് തന്നെ പഴയ പോലെ ദേവ്യാനിയെ എങ്ങനെ എരിയേറ്റാൻ തുടങ്ങാണ് അനാമിക. എന്നാൽ ഇപ്പോഴാണ് ദേവ്യാനിക്ക് മനസ്സിലാക്കുന്നത് തന്നെ ഓരോന്ന് പറഞ്ഞ് തന്റെ മരുമകളിൽ നിന്ന് അകറ്റാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നതെന്നുള്ളത്. അത് മാത്രമല്ല, അന്നത്തെ ദിവസം അനാമിക നയനയോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. എന്നാൽ നയനയ്ക്ക് വേണ്ടി മുത്തശ്ശിയും സംസാരിക്കുമ്പോൾ മുത്തശ്ശിനെയും എതിർത്തുകൊണ്ട് കയർത്ത് സംസാരിക്കുകയാണ് അനാമിക. പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും മുത്തശ്ശന്റെ മുഖത്ത് നോക്കി അനാമിക പറയുന്നുണ്ട്. അതോടുകൂടി അനി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അവര് തമ്മിൽ ഒരുമിച്ച് ഇനി മുന്നോട്ട് പോകില്ലെന്ന്. അനിയുടെ ആ കടുത്ത തീരുമാനത്തെ എതിർക്കാൻ മറ്റാർക്കും പറ്റിയില്ല കേട്ടോ. സാധാരണ മുത്തശ്ശൻ അതിനൊക്കെ എന്തെങ്കിലും പറയുന്നതാ. എന്നാൽ മുത്തശ്ശനോട് അനാമിക കയർത്ത് സംസാരിച്ചതോടെ മുത്തശ്ശൻ പത്തി താഴ്ത്തി നിൽക്കുകയാണ്. എന്തായാലും അനിയുടെ തീരുമാനത്തോട് ആരും എതിർപ്പ് പറയുന്നുമില്ല. അതാണ് ശരിക്കും പറയാൻ ഈ കഥയുടെ ട്വിസ്റ്റ്. എന്തായാലും നമുക്ക് ഇന്നത്തെ അടിപൊളി എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയാണ്. അനാമിക ദേവ്യാനിയുടെ മുറിയുടെ പുറത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്, ഓ ഇതിലൂടെ പോവുകയല്ലേ, ഏതായാലും ആ തള്ളയൊന്ന് കയറി കണ്ടേക്കാം, അതിന്റെ പേരിക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഇതും പറഞ്ഞ് അനാമിക ദേവ്യാനിയുടെ മുറിയിലോട്ട് കയറുന്നുണ്ട്. വല്യമ്മേ എന്തെടുക്കുക? ആ മോളോ? ഒന്നുമില്ല മോളെ, ഞാൻ കുറച്ച് പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ നാളായി ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വായിച്ചു തീർക്കും. ഓ വല്യമ്മയ്ക്ക് ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണല്ലേ? ആണോന്നോ? എന്റെ കുഞ്ഞുനാളില് ഓരോരുത്തർ ഓരോ കളിയിൽ ഏർപ്പെടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പുസ്തകം വായിച്ചിരിക്കാറാ. അല്ല, എന്താ മോളുടെ മുഖത്തൊരു വിഷമം പോലെ? അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഓ അതൊന്നുമില്ല, എന്തോ വിഷമമുണ്ട് മോൾക്ക്. എന്താന്ന് തുറന്നു പറ. ഒന്നും പറയണ്ട വല്യമ്മേ, വല്യമ്മ ചെയ്തത് എനിക്ക് ഇഷ്ടായില്ല. അയ്യോ ഞാൻ എന്ത് ചെയ്തെന്നാ? വല്യമ്മ ആ നായിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നില്ലേ? അതും ഞാൻ വന്ന ദിവസം തന്നെ അവൾ ഇങ്ങോട്ട് വന്നത്. വന്നോട്ടെ, വന്നത് മുതൽ അവളും അവളുടെ ചേച്ചി എനിക്ക് പാര പണിയാൻ നോക്കുക ഏത് സമയവും. എന്നാ ഇത് കേട്ടപ്പോ ദേവ്യാനിയുടെ മനസ്സിൽ അനാമികയുടെ ഒരു ദേഷ്യം പോലെ തോന്നുകയാണ് കേട്ടോ. അവളെ ആ നയന മറ്റുള്ളവരുടെ മനസ്സിനെ കാർന്നു തിന്നു. അങ്ങനെ ആയിരിക്കണമെന്നാണല്ലോ അവൾമാരുടെ അച്ഛനും അമ്മയൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. എന്തിനാ വല്യമ്മ അവളെ വിളിച്ചോണ്ട് വന്നത്? സംസ്കാരമില്ലാത്ത കൂട്ടങ്ങൾ അവര്. വല്യമ്മ വിളിച്ചോണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അവൾ ഇങ്ങോട്ട് വരുമായിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ മറ്റവളെയും കൂടി ഇവിടുന്ന് പുകച്ച് പുറത്ത് ചടിക്കാൻ എളുപ്പമായിരുന്നില്ലേ വല്യമ്മേ? ഇത് കേട്ടപ്പോ ദേവിയന് മനസ്സിൽ കരുതുന്നുണ്ട്, ഓഹോ അപ്പൊ ഇവളുടെ മനസ്സിൽ ഇതൊക്കെയാണ്. ഒറ്റയ്ക്കെല്ലാം വിഴുങ്ങണം എന്നുള്ള ലക്ഷ്യ. എല്ലാം ഞാൻ ശരിയാക്കി തരാം. ആരനി എന്ത് തടസ്സം നിന്നാലും എന്റെ മരുമകൾ ഇവിടുന്ന് പുറത്ത് പോവാൻ പോകുന്നില്ല. വല്യമ്മ എന്താ ഈ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞത് വല്യമ്മ കേട്ടോ? ആ അതെ ഞാൻ കേട്ടു മോളെ. പക്ഷെ എന്ത് ചെയ്യാനാ, മോള് കാണുന്നില്ലേ ആദർശിന്റെ അവസ്ഥ? ആദർശിനിപ്പോ അവളില്ലാതെ പറ്റില്ലെന്നായിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊക്കെ അവരെല്ലാവരും ആദർശിന്റെ മനസ്സിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ആദർശിന് ആ നയനയില്ലാതെ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എന്റെ മോന്റെ വിഷമം മനസ്സിലാക്കണ്ടേ? എനിക്ക് ആണും പെണ്ണുമായിട്ട് ആദർശ് മാത്രമല്ലേ ഉള്ളൂ. അവന്റെ മനസ്സിനെ വിഷമിപ്പിച്ച് അവന്റെ ദിവസം ഉറക്കില്ലാതാക്കിയിട്ട് ഞാനിങ്ങനെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെയാണ് അവന്റെ സന്തോഷമെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന് ഞാനും കരുതി. അല്ലാതെ വല്യമ്മയ്ക്ക് അവളെ വിളിച്ചോണ്ട് വരണമെന്നില്ലായിരുന്നു മോളെ. ഈ ആദർശേട്ടൻ ഇത് എന്തിന്റെ കേടാ? എന്ത് കണ്ടിട്ട് അവളേക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്? ആദർശേട്ടന് അവളോട് വലിയ വെറുപ്പായിരുന്നല്ലോ. ഇപ്പൊ ഇത് എന്തു പറ്റി? അവളെ ഓരോരുത്തർക്കായിട്ട് കൈവശം തന്നോണ്ടിരിക്കുകയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പൊ വല്യമ്മയുടെ സ്വഭാവം കുറെയൊക്കെ മാറി. അതങ്ങനെയൊന്നും മാറില്ല മോളെ. എന്തായാലും ആദ്യം എന്റെ മോൾക്ക് തന്നെ എന്റെ മനസ്സിൽ സ്ഥാനം. വല്യമ്മ എന്തായാലും അവളെ സ്വന്തം മരുമകളായിട്ട് മനസ്സിൽ കാണുമൊന്നും വേണ്ട. അവള് പോയി കഴിഞ്ഞാൽ എന്നെ പോലെ നല്ല സ്വത്തുള്ള വീട്ടിൽ നിന്ന് ആദർശേട്ടന് നല്ല സുന്ദരിയായ പെൺകുട്ടികളെ കിട്ടും. അല്ലാതെ അവരെ പോലെ ചുക്കിനും ചുണ്ടാമിനും കൊള്ളാത്ത കുടുംബത്തിൽ നിന്നൊന്നും പെണ്ണിനെ എടുക്കണ്ട വല്യമ്മേ. ആ അതൊക്കെ നമുക്ക് ആലോചിക്കാം. ആ സമയത്താണ് നയന ദേവ്യാനിക്ക് ഭക്ഷണമായിട്ട് മുറിയിലോട്ട് കടന്നു വരുന്നത്. നയന ഭക്ഷണമായിട്ട് കടന്നു വരുന്നോ കണ്ടപ്പോ തന്നെ അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ വന്നല്ലോ, ഇത്രയും നാളെ എവിടെയായിരുന്നു? ദേ വല്യമ്മേ, ഇവളെ വിശ്വസിക്കേണ്ട വല്യമ്മേ. വല്യമ്മയുടെ മനസ്സ് മാറ്റാൻ ഇവൾ ഇതിലൊക്കെ എന്തെങ്കിലും പൊടിക്കൈ ചേർക്കുന്നുണ്ടാവും. അപ്പൊ നയന പറയുന്നുണ്ട്, അനാമികെ ഇതൊക്കെ അനാവശ്യമായ സംസാരങ്ങളാണ്. ഞാൻ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്റെ നിറഞ്ഞ മനസ്സോടെയാണ്. പറയാൻ പറ്റില്ല. ദേ വല്യമ്മേ, ഇവളെ ഒന്നും വിശ്വസിച്ച് ഇവള് തരുന്ന ഒന്നും കഴിക്കാൻ നിൽക്കണ്ട. ഇവളിവളുടെ അനിയത്തിയെ തീർക്കാൻ വേണ്ടി കാച്ചു വെച്ച പാല വല്യമ്മ എടുത്ത് കുടിച്ചത്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? കരള് വരെ മാറ്റേണ്ടി വന്നില്ലേ? അങ്ങനെയുള്ള ഒരുത്തി കൊണ്ടുവരുന്ന ഭക്ഷണം വല്യമ്മ കഴിക്കണ്ട. ഇത് കേട്ടപ്പോ ദേവ്യാനി പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. പിന്നെ അത് ഫുഡ് പോയ്സൺ ആണെന്നല്ലേ പറഞ്ഞത്? അതിപ്പോ ആരുടെയും കുറ്റായിട്ട് കാണണ്ട മോളെ. എന്നാലും വല്യമ്മേ, ഇവൾ കൊണ്ടുവന്നത് ഞാൻ കഴിക്കാൻ സമ്മതിക്കില്ല. ഇത് കേട്ടപ്പോ നയന പറയുന്നുണ്ട്, അനാമികെ വയ്യാത്ത ഞാന് കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത് അമ്മ ഇത് കഴിക്കാനാ. അമ്മയ്ക്ക് മരുന്ന് കഴിക്കാനുള്ള സമയമായി. നീ വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഈ കൊണ്ടുവന്നതും കൊണ്ടേ നീ തിരിച്ചു പോക്കോ. വല്യമ്മയ്ക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ഇത്രയും കാലം നീ കൊടുത്തിട്ടല്ലല്ലോ വല്യമ്മ കഴിച്ചത്. ഇത് കേട്ടപ്പോ ദേവ്യാനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈ അനാമിക എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്റെ മരുമകളുടെ കൈകൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കാൻ ഞാൻ.
അത്രയ്ക്ക് രുചിയാ നയനമോൾ എന്ത് വെച്ച് വിളമ്പിയാലും. ഇനിയിപ്പോ ഇവളുണ്ടാക്കുന്ന രുചിയില്ലാത്ത ഭക്ഷണം കഴിക്കേണ്ടി വരും ഈശ്വര ഞാൻ. ഇത് കേട്ടപ്പോ നയന പറയുന്നുണ്ട്, അമ്മേ ഇവിടെ വെറുതെ ഒരു വഴക്കിന് ഞാൻ നിൽക്കുന്നില്ല. ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം ഇവിടെ ടേബിളിൽ വെക്കാം, അമ്മയ്ക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. ഇനി എന്നെ വിശ്വാസമില്ലെങ്കിൽ അത് കഴിക്കേണ്ട അമ്മേ. വിശ്വാസമില്ലാതെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ അനാമിക ഉണ്ടാക്കിയത് കഴിച്ചാൽ മതി. എന്തായാലും ഞാൻ ഇതിവിടെ വെക്കാം. ഇതും പറഞ്ഞ് അവിടെ വെച്ചുകൊണ്ട് നയന പോവാണ്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, വലിയമ്മ ഞാൻ വലിയമ്മയ്ക്ക് വേറെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുതരാം, ഇത് വേസ്റ്റ് കൊണ്ട് തട്ടാം. നയന വിഷമിച്ച് പോകുന്ന കണ്ടപ്പോ ദേവി എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേവ്യാനി പറയുന്നുണ്ട്, അത് വേണ്ട, ഇപ്പൊ നയന ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇത് കഴിച്ചിട്ട് ഞാൻ മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ. എന്നാലും അനാമിക മോള് വേറെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട, തൽക്കാലം ഞാനിതിപ്പോ കഴിച്ചോളാം. ഇത് തന്നെയല്ലായിരുന്നു ഞാൻ ഇന്ന് രാവിലെയും കഴിച്ചത്, എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും വല്യമ്മേ വേണ്ട, എനിക്കിപ്പോ ഇത് തന്നെ ധാരാളം, വെറുതെ ഓരോന്നുണ്ടാക്കി ഫുഡ് വേസ്റ്റ് ചെയ്യണ്ട. എന്തായാലും അനാമിക ഉണ്ടാക്കാനുള്ള മടിയുണ്ട്. എന്താന്ന് വെച്ചാൽ ആവട്ടെ എന്നുള്ള മട്ടില് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് ദേവ്യാനി ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. കുറെ ദിവസമായി ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട്. നയനമോള് ശരിക്കും പറഞ്ഞ എല്ലാ കഴിവുകളും അടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാ. നയനമോളെ തിരിച്ചറിയാൻ ഞാൻ ഇത്രയും വൈകിപ്പോയല്ലോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നയൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അനാമിക വരുന്നതാണ്. നയനയ്ക്ക് നല്ല തലവേദന ഉണ്ടായതുകൊണ്ടാണ് നയൻ ഒരു ഭാഗത്ത് പോയിരിക്കുന്നത്. എന്നാൽ നയനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് മനസ്സിലാക്കിയ അനാമിക ഉച്ചത്തിൽ പാട്ട് വെച്ചുകൊണ്ട് ആ സോഫയിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് ഉച്ചത്തിലാണ് കേട്ടോ ശബ്ദം വെച്ചത്. ഇത് കേട്ടപ്പോ നയന പറയുന്നുണ്ട്, അനാമിക ആ പാട്ടിന്റെ ശബ്ദം ഒന്ന് കുറയ്ക്ക്, എനിക്ക് നല്ല തലവേദനയുണ്ട്. ഓ, ഇയാൾക്ക് തലവേദന ഉണ്ടെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് പൊക്കൂടെ, എന്നിട്ട് ആ മുറിയിൽ എങ്ങാനും ചെന്ന് ഒതുങ്ങി കിടക്ക്, ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്നിരിക്കാം. നീ പറഞ്ഞതോണ്ട് ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോണമെന്നുണ്ടോ? അനാമികെ, ഞാൻ നിന്നോടൊരു വഴക്കിനില്ല. മുറിയിൽ കിടന്നിട്ട് എനിക്ക് തലവേദന അധികമാവുക, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. എന്തായാലും പറ്റില്ല, നീ പാട്ട് വെച്ചോ, പക്ഷേ കുറച്ച് ശബ്ദം കുറയ്ക്ക്. ഇതിന്റെ ശബ്ദം കുറയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾക്ക് വേണം ഇവിടുന്ന് എഴുന്നേറ്റ് പൊക്കൂടെ. നോൺസെൻസ്, എവിടെ പോയിരുന്നാലും വെറുതെ ശല്യപ്പെടുത്തിക്കോളൂ. അപ്പൊ നയന പറയുന്നുണ്ട്, അനാമികെ നീ പലതും പറയുമ്പോ ഞാൻ ക്ഷമിക്കുകയാണ്. മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയില്ല നിനക്ക്. ഓ, ഇതൊക്കെ തനിക്ക് വലിയ അറിവാണല്ലോ. നിന്റെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത അച്ഛനും അമ്മയും പറഞ്ഞു തന്ന വിവരമല്ലേ നിനക്ക്, അതൊന്നും നീ കൂടുതൽ എന്റെ അടുത്ത് എടുക്കണ്ട. അനാമികെ, ഇപ്പൊ ഞാനും നീയും തമ്മിലല്ലേ വഴക്ക്, നീ വെറുതെ എന്തിനാ എന്റെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത്? അവരല്ലേടി നിന്നെ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചത്. സകല ഉടായ്പും പയറ്റി തെളിഞ്ഞ നിന്റെ അച്ഛനും അമ്മയുടെ മകളാ നീ. ഒരു ലോ ക്ലാസ് വന്നിരിക്കുന്നു. അതെ, ലോ ക്ലാസ് തന്നെ ഞങ്ങള്, പക്ഷെ അന്തസ്സിന് ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ടായിരിക്കും രണ്ടെണ്ണത്തിന് ഇങ്ങോട്ട് വലിഞ്ഞു കയറ്റി വിട്ടത്. ഒരെണ്ണം ഗർഭിണിയായിട്ടും ഒരെണ്ണം മുഖം മറച്ചു. ഏതായാലും കൊള്ളാം, ബെസ്റ്റ് ചരിത്രമുള്ള ഒരു കുടുംബക്കാര്. നിനക്ക് പറ്റില്ലെങ്കിലേ ഇവിടെ എഴുന്നേറ്റ് പോടി. എന്നാൽ അത് കേട്ടോണ്ട് മുത്തശ്ശൻ ദേഷ്യം പിടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. അനാമികെ, മുത്തശ്ശന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ അനാമിക ഒന്ന് പേടിച്ച് പിന്നോട്ട് നോക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, താൻ എന്താടോ ഇങ്ങനെ? എത്ര തവണ തന്നോട് പറഞ്ഞിട്ടുള്ളതാ മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കാൻ. എത്ര മോശമായിട്ടാണോ താൻ അനാമികയോടും നവ്യയോടൊക്കെ സംസാരിക്കുന്നത്? അത് പിന്നെ മുത്തശ്ശ, ഇവരെ എന്നോടും അങ്ങനെ ഒരിക്കലും അങ്ങനെ പറയണ്ട. നയനമോള്, നീ ഇപ്പൊ ഈ സംസാരിച്ച രീതിയിൽ മോശമായിട്ട് ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കില്ല. ആ കാര്യം എനിക്ക് വസുന്ധരയ്ക്കൊക്കെ ഉറപ്പുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, മോള് ഒരുപാട് തരംതായെന്നാ സംസാരിക്കുന്നത്. നയനമോളായതുകൊണ്ടാ മോളുടെ ഈ സംസാരമൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നത്. വേറെ ആരായിരുന്നെങ്കിൽ ചിലപ്പോ മോളുടെ കരണത്ത് വിരല് പതിഞ്ഞേനെ. ഇതൊക്കെ കേട്ടിട്ട് വലിയ മൈൻഡ് കൊടുക്കാത്ത രീതിയിൽ അനാമികയെ മുഖത്തിരിക്കുന്നുണ്ട്. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, അനാമികെ, ഈ സ്വഭാവത്തിൽ ഇവിടെ മുന്നോട്ട് പോകാൻ പ്രയാസാണ്. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ ആരോട് സംസാരിക്കരുതെന്ന്. അതെ, മുത്തശ്ശനെ പേടിച്ചൊന്നും ഇവിടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ട്. എന്നെ അന്തസ്സായിട്ടാ എന്റെ അച്ഛനും അമ്മ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്, അല്ലാണ്ട് മറ്റുള്ളവരുടെ പാദസേവ ചെയ്യാനല്ല. എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവളെ സപ്പോർട്ട് ചെയ്യാനല്ലേ സമയമുള്ളൂ. ഇവളെ ഇവളുടെ ചേച്ചിയും തലയിലെടുത്ത് നിങ്ങൾ വെക്കും എന്ന് എന്നെ കുറിച്ച് ഒരു ദിവസമെങ്കിലും നിങ്ങൾ നല്ലത് പറയുന്നുണ്ടോ? അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിന് നിനക്ക് നല്ലത് വല്ലതുണ്ടെങ്കിലല്ലേ പറയാനാകൂ. അതെ, നിങ്ങൾ മുത്തശ്ശനാണ് പോലും. മുത്തശ്ശിയും മുത്തശ്ശൻ ചെയ്യേണ്ടത് തന്നെ ഇത്. രണ്ടുപേരെയും രണ്ട് രീതിയിൽ കാണുന്നു. ഇതൊന്നും അത്ര നല്ല കാര്യമൊന്നും അല്ല. ഇത് കേട്ടപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്റെ മുന്നിൽ എന്റെ കൊച്ചുമക്കൾ ആരും ഇത്രയും തല ഉയർത്തി സംസാരിച്ചിട്ടില്ല. എന്നാ ഇപ്പോഴെന്റെ കൊച്ചു മരുമകൾ ഇപ്പൊ എന്റെ മുന്നിൽ തല ഉയർത്തി സംസാരിച്ചിരിക്കുന്നു. അതിനുള്ള അവസരമൊക്കെ നിങ്ങളല്ലേ ഉണ്ടാക്കിയത്. എനിക്കാരുടെയും കാൽ കീഴിൽ ജീവിക്കാൻ പറ്റില്ല. ഇത് കേട്ടുകൊണ്ടാണ് ദേവ്യാനി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ദേവ്യാനി പറയുന്നുണ്ട്, മോളെ, ഇത് മുത്തശ്ശനാ. മോളെന്താ മുത്തശ്ശനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ വല്യമ്മ ഞാൻ സംസാരിക്കേണ്ടത്? എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ബാക്കി ആരും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ മാത്ര ഇവിടെ പ്രശ്നക്കാരി. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ സ്വഭാവത്തിൽ ഇവിടെ മുന്നോട്ട് പോവാൻ അനാമികയ്ക്ക് കഴിയില്ല. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഇവിടെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അനിയുടെ ഭാര്യ, ആ ഒരു അവകാശം എനിക്കിവിടെ ഉണ്ട്. അപ്പോഴാണ് അനി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അനി പറയുന്നുണ്ട്, നിർത്തടി, എന്റെ മുത്തശ്ശന് മുന്നിൽ ഇതുവരെ ആരും ഇങ്ങനെ തലയുയർത്തി സംസാരിച്ചിട്ടില്ല. എന്നിട്ടാണോ ഇപ്പൊ നീ?
അനി നീ ഒരു അക്ഷരം മിണ്ടി പോകരുത്. അപ്പോഴേക്കും ഏകദേശം എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അനി പറയുന്നുണ്ട്, എല്ലാവരും കേൾക്കാനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കുവാ. ഇവളിപ്പോ മുത്തശ്ശനോട് എതിർത്ത് കയർത്ത് സംസാരിച്ചു. എനിക്ക് ഇവളെ ഇനി എന്റെ ജീവിതത്തിൽ വേണ്ട. ഞാൻ ഇവളുമായിട്ട് ഇനി മുന്നോട്ട് പോകില്ല. എനിക്ക് ഇവളിൽ നിന്നും ഒരു മോചനം വേണം. ദയവ് ചെയ്ത് എന്റെ അഭിപ്രായത്തോട് ആരും എതിര് പറയരുത്. എന്തായാലും എല്ലാവരും സ്തംഭിച്ച് നിന്ന് പോവാണ് കേട്ടോ. മുത്തശ്ശനെ അനാമിക എതിർത്ത് സംസാരിച്ചുകൊണ്ട് തന്നെ അനിയെ ശാസിക്കാൻ ആർക്കും പറ്റുന്നില്ല. ഇത് കേട്ടവോ അനാമികയ്ക്ക് ആകെ പേടിയാവാണ് കേട്ടോ. താൻ തന്നെ തനിക്കുള്ള കുഴി കുഴിച്ചെന്ന് അനാമികയ്ക്ക് തോന്നുകയാണ്. എന്തായാലും ഇനി എന്താ ഉണ്ടാവാൻ പോവാന്ന് അറിയണ്ടേ. ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.